ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതുമയായിട്ടൊരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എങ്ങനെ ഒരു ന്യൂസ് പേപ്പർ വായിക്കണം. എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ വൊക്കാബ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ സിനോണിംസ് അനോണിംസ് എന്ന് പറയുന്ന വൊക്കാബ്സ് ഡെവലപ്പ് ചെയ്യാനും അവരൊരു മെറ്റീരിയൽ വാങ്ങിക്കുക, ആ മെറ്റീരിയലിൽ നിന്ന് നോക്കി പഠിക്കുക. അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഡിക്ഷണറി ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഒരു 500 വാക്കുകൾ കാണും ഏതെങ്കിലുമൊക്കെ മെറ്റീരിയലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എഫക്റ്റീവ് ആവില്ല. ഒരു പരിധി വരെയൊക്കെ എഫക്റ്റീവ് ആവുമായിരിക്കും, പക്ഷേ എന്തെങ്കിലും ഭാഗ്യത്തിന് അതിൽ നിന്ന് വാക്കുകൾ വന്നാലായി. പക്ഷേ ഇതിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സെൻട്രൽ ഗവൺമെൻറ് പോലത്തെ ഒരു എക്സാംസിന് ഏറ്റവും കൂടുതൽ ഈ വാക്കുകൾ വരുന്നത് ഹിന്ദു എന്ന് പറയുന്ന പോലത്തെ നാഷണൽ ന്യൂസ് പേപ്പറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വൊക്കാബ്സ് കയറി വരുന്നത്. ഓക്കെ, അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയും. നമ്മൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയലെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ആ മെറ്റീരിയൽ ആശ്രയിക്കുമ്പോൾ അതിനകത്തൊരു വൺ വേർഡിലായിട്ടൊക്കെ അതിൻ്റെ ആൻസർ വരിക. പക്ഷേ എന്താ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മണിപ്പൂർ കലാപം, മണിപ്പൂർ റിവോൾട്ടിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണിപ്പൂർ റിവോൾട്ട് ആരൊക്കെ തമ്മിലാന്നേ പറയുള്ളൂ. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടത്തില്ല ഒരു മെറ്റീരിയൽ റെഫർ ചെയ്താൽ. പക്ഷേ അതിന് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ തന്നെ വായിച്ചാലേ പറ്റുള്ളൂ. ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ മാത്രമേ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു ത്വര ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പം ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. അത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ദിനാചര്യം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകണം വായിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്കറിയാം ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഒരു നാഷണൽ ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറയുന്നത് അച്ഛൻ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യമാണ്. കാരണം പക്ഷേ നമുക്കറിയാം ഒന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, ഓവർനൈറ്റ് സക്സസ് ആകാൻ പറ്റത്തില്ല. നമുക്ക് പയ്യെ മുന്നോട്ട് പോകണം. ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എടുക്കുമ്പോൾ നിങ്ങൾ അത്രയും ഫ്ലുവൻ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എങ്ങനെ പോയാലും 7-8 മണിക്കൂർ കൺസ്യൂംസ് ആവും അല്ലേ. നമുക്ക് ആദ്യം ഒരു ഹിന്ദു പോലത്തെ ഒരു പത്രം എടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ ലാംഗ്വേജ് കോംപ്ലക്സ് ആണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണും. അപ്പം അതിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈം കൺസ്യൂം ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് എത്തിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എങ്ങനെ ഒരു ഹിന്ദു പത്രം ടൈം കുറച്ച് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ മാത്രം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമുള്ള കണ്ടന്റുകൾ മാത്രം പ്രിപ്പയർ ചെയ്ത് എടുക്കാം എന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ന്യൂസ് പേപ്പർ എടുക്കുന്നതിനോ നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു പോക്കറ്റ് ഡയറിയോ അല്ലെങ്കിൽ ഒരു ഡയറി പോലത്തെ ഒരു ബുക്ക് പോലെയോ ഒരു കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം എനിക്കൊന്ന് കറണ്ട് അഫയേഴ്സിന് വേണ്ടി നിങ്ങൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേപ്പർ എടുക്കുക എന്നുള്ളത്. A4 സൈസ് പേപ്പറിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാക്കുകൾ എഴുതി വെക്കാൻ, സിനോണിംസ് അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത വാക്കുകൾ ആ വാക്കുകളുടെ സിനോണിംസും അനോണിംസും രണ്ടും ഒരു ഡയറിക്കകത്ത് എഴുതി വെക്കാം. ഇപ്പം നിങ്ങൾക്ക് ഒരു വാക്ക് കിട്ടുകയാണ്, ആ വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സിനോണിമും എഴുതി വയ്ക്കുക, അനോണിംസും എഴുതി വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. എൻ്റെ ഇന്നത്തെ പത്രമാണ്, ഇന്നത്തെ ഹിന്ദു പത്രമാണ്, ജൂൺ 1 ഹിന്ദു പത്രമാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ടൈം റെഡ്യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഇത് വായിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ ഈ ഒരു കോളംസ് ഉണ്ടല്ലോ, 4 കോളംസ്, അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവുക. ആ 4 കോളം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സമ്മറിയാണ്. അതായത് ഇനി എന്താണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസസ്, എന്താണ് ഈ പത്രത്തിൽ അടങ്ങിയിട്ടിരിക്കുന്ന ന്യൂസസ് എന്ന് പറയുന്ന ഒരു സമ്മറി, ഒരു ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കി വെച്ചേക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് അത് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂസ് മുന്നോട്ട് വായിക്കുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോയാൽ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരണം, ഈ ന്യൂസ് നമ്മൾ അവിടെ കണ്ടില്ലല്ലോ. അപ്പം വീണ്ടും നമ്മൾ അത് സെർച്ച് ചെയ്യാൻ പോകും. അപ്പോൾ ജസ്റ്റ് ഈ കോളംസ് ഒന്ന് വായിക്കാൻ പോവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് പേപ്പർ എടുക്കുക. ഫസ്റ്റ് പേപ്പർ എടുത്തിട്ട് അവിടെ ഫസ്റ്റ് പേജാണിത്. ഫസ്റ്റ് പേജിൽ ആദ്യത്തെ ന്യൂസ് നോക്കാം. എല്ലാ ന്യൂസിൻ്റെയും ഹെഡ്ലൈൻ വായിച്ചു പോവുക. എല്ലാ ന്യൂസിൻ്റെയും ഹെഡ്ലൈൻ ആദ്യം വായിച്ചു പോവുക. അപ്പോൾ ഏതൊക്കെ ന്യൂസാണ് വായിക്കേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ ന്യൂസ് നോക്കിയാൽ മാരത്തോൺ പോളിംഗ് സീസൺ എൻഡ്സ് ടുഡേ ഇൻ ഫൈനൽ ഫേസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ പത്രത്തിൽ വരുന്ന പൊളിറ്റിക്കൽ ന്യൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പൊളിറ്റിക്കൽ ന്യൂസുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് വായിക്കേണ്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അതിന് വലിയൊരു റോളില്ല. പക്ഷേ നിങ്ങളിവിടെ നോക്കിയേ, ഈ ഒരു ന്യൂസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നോക്കിയേ, മാരത്തോൺ പോളിംഗ് സീസൺ എൻഡ്സ് ടുഡേ ഇൻ ഫൈനൽ ഫേസ്. ഇന്നുകൊണ്ട് മാരത്തോൺ പോളിംഗ് തീരുകയാണെന്നുള്ളത്. പക്ഷേ ഈ ന്യൂസ് നമുക്ക് ആവശ്യമില്ല. പക്ഷേ എന്താണ്
വേറെ നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എവിടേക്കുള്ള ഇലക്ഷൻ ആണെന്നും അറിയാം അല്ലെ? ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ ആകുമ്പോൾ അത് ഏത് ടൈപ്പ് ഇലക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പോകും അല്ലേ? ലോക്സഭയെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യണം, നിങ്ങൾ അതിനെപ്പറ്റി ഡേറ്റാസ് എടുക്കണം അല്ലെ, അതിനെപ്പറ്റി പഠിക്കണം, അങ്ങനെ നിങ്ങൾ എടുക്കണം. അപ്പം ഇത് ഈ ഒരു കാര്യം ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ്. അപ്പോൾ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ലോക്സഭ എന്ന് വെച്ചാൽ എന്താണ്, ലോക്സഭയിൽ അംഗസംഖ്യ എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അതിൽ നിന്ന് കിട്ടും. സോ ഇറ്റ്സ് എ റിലവൻറ്റ് മാറ്റർ അല്ലേ? ലോക്സഭയെ പറ്റിയുള്ള കാര്യങ്ങൾ തരുന്നതാണ് ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെഡ്ലൈൻ വായിച്ചു പോവാ. ഇത് ജസ്റ്റ് ഇലക്ഷൻ്റെ കാര്യമേ പറയുന്നുള്ളൂ, പക്ഷേ ഇതിനപ്പുറത്തെ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യണം. ഓക്കെ, അപ്പം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മാക്സിമം പൊളിറ്റിക്കൽ ന്യൂസ് എന്ത് ചെയ്യുക, വിടുക. അടുത്ത നോക്കിയേ, ട്രംപ് ബിക്കംസ് ദ ഫസ്റ്റ് ex-US പ്രസിഡന്റ് ടു ബി കൺവിക്റ്റഡ് ഓഫ് ഫെലോണി. ഫെലോണി എന്ന വാക്കിന്റെ അർത്ഥം പലർക്കും പരിചിതമായിരിക്കത്തില്ല. ഫെലോണി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പലർക്കും പരിചിതമില്ല. കൊടും ക്രൂരത അല്ലെ കുറ്റകൃത്യം എന്നൊക്കെ പറഞ്ഞാണ് ഫെലോണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ എഴുതി വെക്കാം. ഓക്കെ, അങ്ങനത്തെ വാക്കുകൾ എഴുതി വെക്കുക. ഇതൊക്കെ ജസ്റ്റ് ഹെഡ്ലൈൻ വായിച്ചു പോയാൽ ഇതിനെപ്പറ്റി കൂടുതൽ വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. എന്താ ഇത്ര ആയെന്ന് അറിഞ്ഞു വെച്ചാൽ ദ ട്രംപ് ബിക്കംസ് ദ ഫസ്റ്റ് ex-US പ്രസിഡന്റ് ടു ബി കൺവിക്റ്റഡ് ഓഫ് ഫെലോണി. അതിനകത്ത് ആകെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഫസ്റ്റ് US പ്രസിഡന്റ് ആണ് ഈ ഒരു കുറ്റകൃത്യത്തിൽ കൺവിക്റ്റ് ആവുന്ന കാര്യം മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ഫെലോണി എന്ന വാക്കിൻ്റെയും കൂടി അർത്ഥം എഴുതി വെക്കുക, അതിൻ്റെ അനോണിംസും എഴുതി വെക്കുക, സിനോണിംസും എഴുതി വെക്കുക. അതിനപ്പുറത്ത് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ചർച്ചയാക്കേണ്ട കാര്യമില്ല. സോ അത് ഹെഡ്ലൈൻ മാത്രം വായിച്ചാൽ, അല്ലാതെ കുത്തിയിരുന്ന് ഈ ഇത്രയും കാര്യങ്ങളൊന്നും വായിക്കേണ്ട ഒരു ആവശ്യമില്ല. ക്ലിയർ അല്ലോ? അപ്പോൾ പൊളിറ്റിക്കൽ ന്യൂസുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. അടുത്ത് നോക്കിയേ, ഹീറ്റ് വേവ് കിൽസ് 61 ഇൻക്ലൂഡിംഗ് 23 പോളിംഗ് സ്റ്റാഫ്. ഇത് വായിക്കുമ്പോൾ ഒന്നും അതിനകത്ത് കാണത്തില്ല. ഈ സാധനം വായിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും കാണത്തില്ല. പക്ഷേ ഈ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ന്യൂസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ന്യൂസ് ഇമ്പോർട്ടൻ്റ്? ഇതാണ് ഈ സാധനം, ഹീറ്റ് വേവ്. ഹീറ്റ് വേവ് എന്താണെന്ന് മനസ്സിലാവും. ജോഗ്രഫി ആസ്പെക്റ്റിൽ ഹീറ്റ് വേവ് എന്താണെന്നൊരു കറണ്ട് അഫയർ ആയിട്ട് വരാം അല്ലേ? ഹീറ്റ് വേവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നോർമൽ മാക്സിമം ടെമ്പറേച്ചർ ഉണ്ട്. പ്ലെയിൻ ഏരിയാസിലാണെങ്കിൽ 45 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി സെൽഷ്യസ്. ആ 40 ഡിഗ്രി സെൽഷ്യസ് പ്ലെയിൻ ഏരിയാസിലും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലൊക്കെ 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഹീറ്റ് കൂടിയാൽ അല്ലെങ്കിൽ ചൂട് കൂടിയാൽ അവിടെ എന്താണ് പറയാം, ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഹീറ്റ് വേവ് ആണെന്ന് നമുക്ക് പ്രൊക്ലെയിം ചെയ്യാം. അപ്പം നമുക്ക് ഹീറ്റ് വേവ് എന്താണെന്ന് അവിടെ നിന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ജോഗ്രഫിക്കൽ സാധനം നമ്മൾ സെർച്ച് ചെയ്യാൻ പോയാൽ ഹീറ്റ് വേവ് എന്താണെന്ന് മനസ്സിലാവും, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെയാണ് നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ അയ്യോ ഇത് വലിയ ന്യൂസാണല്ലോ, ഇത് വായിക്കണമെന്നുള്ളൊരു നിങ്ങൾക്കൊരു മനസ്സിലൊരു സംഭവം വരും. പക്ഷേ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പൊളിറ്റിക്കൽ ന്യൂസ് വിടുക. കാരണം ഈ ചെറിയ കോളത്തിൽ കിടക്കുന്നുണ്ടോ, ഇത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയോ? ഹീറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫി ആസ്പെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സിലബസിലുള്ള സംഭവമാണ് ഹീറ്റ് വേവ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കേരളത്തിലും ഉണ്ടായിരുന്നു, പാലക്കാട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 43 ഡിഗ്രി സെൽഷ്യസ്. അവിടെ ഉഷ്ണതരംഗമാണ്. 40 ഡിഗ്രി സെൽഷ്യസിന് കൂടുതലുള്ളതും മലയോര പ്രദേശങ്ങളിലൊക്കെ 30 ഡിഗ്രി സെൽഷ്യസിന് കൂടുതലായാലും എന്താണ് അതിനെന്താണ് പറയുക, നോർമൽ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയും അല്ലേ? അതിനെയാണ് ഹീറ്റ് വേവ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചർച്ചാ വിഷയമാക്കും. അതാണ് നിങ്ങൾക്ക് കറണ്ട് അഫയർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ഒന്നാമത്തെ ന്യൂസ്. നിങ്ങൾക്ക് അവിടുന്ന് ഒരു ന്യൂസ് കിട്ടിയല്ലോ. ഇനി അടുത്ത പേജിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത് നോക്കിയേ, തൊട്ട് താഴോട്ട് വരുമ്പോൾ GDP ഗ്രോത്ത് സർജസ് ടു 8.2% അല്ലേ? GDP ഗ്രോത്ത് സർജസ് ടു 8.2% ഓൺ മാനുഫാക്ചറിങ് ഗെയിൻസ് അല്ലേ? ഇത് എക്കണോമിക് പെർസ്പെക്റ്റീവിൽ ആവശ്യമുള്ള ന്യൂസാണ്. ഇതും ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. ഇതും വായിക്കേണ്ട ന്യൂസാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വായിച്ചെടുക്കാൻ പറ്റും? GDP എന്താണെന്നുള്ളത് അറിയണം അല്ലേ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP എന്താണെന്ന് അറിയണം. അത് എക്കണോമിക്സിൽ നിങ്ങളുടെ സിലബസിൽ ഉള്ളതാണ് അല്ലേ? GDP എന്താണെന്നുള്ളത്. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് ഒരു ഇന്ത്യയിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ എന്താണ് ഫുൾ കണക്കാണ്. അതിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് എന്ത് ഈ GDP എന്ന് പറയുന്നത്. അതെന്താണ് പറയുന്നത്? മാനുഫാക്ചറിങ് സെക്ടറിൽ എന്തായിട്ടുണ്ട്? 8.2% ആയിട്ട് വളർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2021 7.1% ആയിരുന്നെങ്കിൽ അത് 2024 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? 8.2% ആയിട്ട് വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ ന്യൂസ് വായിക്കുക. ഇനി GDP ആരാണ് കണക്കാക്കുന്നത്, ഏത് ഏജൻസിയാണ് കണക്കാക്കുക, ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്, ഇതെല്ലാം ഈ ന്യൂസിനകത്ത് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് ആൻ ഇറലവൻറ്റ് ന്യൂസ് അല്ലേ? ഇറ്റ്സ് ആൻ റിലവൻറ്റ് ന്യൂസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനത്തെ ന്യൂസുകളാണ് നിങ്ങൾ വായിക്കേണ്ടത്. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പറ്റിയ ന്യൂസാണ്. ഇപ്പോൾ ഇത് ഹെഡ്ലൈൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും GDP നിങ്ങളുടെ സിലബസിൽ ഉള്ള സാധനമാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് എക്കണോമിക്സിൽ വരുന്ന ഒരു സംഭവമാണ് എന്ത് GDP എന്ന് പറയുന്നത്. സോ അതെന്താണ് ഒരു റിലവൻറ്റ് ന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ന്യൂസ് നോക്കിയേ, ഈ ചെറിയ കോളത്തിൽ നോക്കിയേ, കേരള സ്റ്റേറ്റ്സ് അറ്റ് എക്സ്പ്ലോസീവ് ഔട്ട്ബ്രേക്ക് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ അല്ലേ? ഹെപ്പറ്റൈറ്റിസ് എ അതും കറണ്ട് അഫയർ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്
ഒരു വൈറസ് രോഗമാണ്, ലിവർ ഫംഗ്ഷൻ, ലിവറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ബയോളജി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് ഉണ്ട്. സോ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാം. ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെ പകരുന്നത്? കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പകരുന്നത്. മാത്രമല്ല ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണായിട്ട് കോൺടാക്ട് വന്നാലും ഹെപ്പറ്റൈറ്റിസ് എ എന്താണ് പകരും. ഓക്കെ, അപ്പോൾ ആ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി നിങ്ങൾ സെർച്ച് ചെയ്യണം, അതിൻ്റെ സയൻറ്റിഫിക് നെയിം സെർച്ച് ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് രോഗം പടരുന്നതെന്ന് സെർച്ച് ചെയ്യണം, ഇനി എങ്ങനെയൊക്കെ അതിനെ കോമ്പാറ്റ് ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ന്യൂസും എന്താണ്, റിലവൻ്റ് ആണ്. ക്ലിയർ അല്ലോ? അപ്പോൾ ഫസ്റ്റ് പേജിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതെ, അടുത്തൊരു ക്വസ്റ്റൻ ആണ്, പ്രജ്വാൾ സെന്റ് ടു 6 days സിറ്റി കസ്റ്റഡി. ജസ്റ്റ് ആ ഹെഡ്ലൈൻ വായിച്ചു, ഇതൊന്നും നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമുള്ള കാര്യമല്ല. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യേണ്ടത്, ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആകെ നിങ്ങൾക്ക് എത്ര ന്യൂസ് മാത്രം മതി? 1, ഈ ഹീറ്റ് വേവിൻ്റെ ന്യൂസ് മാത്രം മതി. പിന്നെ ഏതാണ്, GDP എന്ന് പറയുന്ന ന്യൂസ് 2, പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ന്യൂസ് 3. മൊത്തം 3 ന്യൂസേ ഉള്ളൂ ഈ ഫസ്റ്റ് പേപ്പറിൽ നിന്ന്, ഫസ്റ്റ് പേജിൽ നിന്ന്. ക്ലിയർ ആയോ? ഫസ്റ്റ് പേജിൽ നിന്ന് ആകെ 3 ന്യൂസിൻ്റെ മാത്രം ആവശ്യമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ 3 ന്യൂസ് വായിച്ച് നോട്ട് എഴുതിയെടുക്കാൻ വെറും 10-20 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്രയും വേണമെന്ന് തന്നെ ഡൗട്ടാണ്. ഓക്കെ, അപ്പം ആ വാക്കുകൾ എഴുതി വെക്കുക, അറിയാൻ വയ്യാത്ത വാക്കുകൾ അടുത്തിരിക്കുന്ന ഡയറിയിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾ ഇൻ്റർനെറ്റ് കൂടുതലും ഇതിനായിട്ട് ഉപയോഗിക്കുക. ഇതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക, ഹെപ്പറ്റൈറ്റിസ് എ എന്താണെന്ന് സെർച്ച് ചെയ്യുക. അതൊരു ഡയറിയിൽ എഴുതി വയ്ക്കുക, ഒരു ബുക്കിനകത്ത്, ഒരു പേപ്പറിന്. ആ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഏറ്റവും ബെറ്റർ A4 സൈസ് പേപ്പർ എഴുതി വെക്കാന്നാണ്. കാരണം ഈ ന്യൂസുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് പിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇന്ന് നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എനെ പറ്റി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പത്രത്തിൽ നിന്ന് വായിച്ചറിഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് വേറൊരു പത്രത്തിൽ ഇതേ പത്രത്തിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് എനെ പറ്റി വീണ്ടും കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം അതിന് വേറൊരു പേപ്പർ എടുക്കേണ്ട ആവശ്യമില്ല. ആ വേറൊരു ന്യൂസ് എഴുതിയിട്ട് ഈ പേപ്പറിൻ്റെ ഈ നേരത്തെ എഴുതിയ ഹെപ്പറ്റൈറ്റിസ് എയുടെ പേപ്പറിൻ്റെ കൂടെ പിൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് എഫക്റ്റീവായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. എപ്പോഴും പത്രം വായിക്കുമ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ചുമ്മാ വായിച്ച് വിടുകയല്ല. ചുമ്മാ വായിച്ചാൽ നമുക്ക് മനുഷ്യരാണ്, മറവി വരും. ചുമ്മാ വായിച്ചു വിടുന്നതിലല്ല കാര്യം, നമ്മൾ ആ പേപ്പർ എന്ത് ചെയ്യുക, അതിൻ്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് പേജിൽ നിന്ന് ആകെ നമുക്ക് എന്താണ് 3 ന്യൂസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഈ കേരള ന്യൂസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ന്യൂസ് എന്ന് പറയുന്നത് മാക്സിമം എന്ത് ചെയ്യുക, അത് കോൾ ഓഫ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അടുത്ത പേജാണ് പരസ്യം. ആവശ്യമില്ല. സെക്കൻഡ് പേജ് നമുക്ക് തള്ളിവിടാം, ആവശ്യമില്ല, പരസ്യമാണ്. 3ാമത്തെ പേജ് കണ്ടോ? 3ാമത്തെ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജിയണൽ ന്യൂസ് പേപ്പർ അല്ലേ? ഇത് തിരുവനന്തപുരം എഡിഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഒരു റീജിയണൽ ന്യൂസ് പേപ്പറാണ്, റീജിയണൽ ന്യൂസാണ്. അപ്പോൾ റീജിയണൽ ന്യൂസ് വായിക്കണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ആസ്പെക്ട് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന നിലയ്ക്ക് ഒരു പരിധി വരെ റീജിയണൽ ന്യൂസിൻ്റെ ആവശ്യമില്ല, ഒരു പരിധി വരെ. പക്ഷേ ആവശ്യമുണ്ട്. ചില കാര്യങ്ങളൊക്കെ എന്താണ് റീജിയണൽ ന്യൂസിൽ കയറി വരും കോമ്പറ്റേറ്റീവ് എക്സാമിന്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കാം, ഇങ്ങോട്ട് നോക്കേ. പച്ചത്തുരുത്ത് സെറ്റ് ടു ഗ്രീൻ മോർ സ്പേസസ് അല്ലേ? പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിത കേരള മിഷന്റെ ഒരു എഫക്റ്റീവായിട്ട് പ്രോജക്റ്റ് ആണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാണ് പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എന്താ പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐലൻഡ്സ് അല്ലെങ്കിൽ കൊച്ചു ദ്വീപുകളായിട്ട് എന്താണ് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? കൊച്ചു ദ്വീപുകളെ കൂടുതൽ എന്താണ് ഗ്രീൻ എൻവയോൺമെന്റ് ആക്കുക എന്നുള്ളതാണ് പച്ചത്തുരുത്ത് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇന്ത്യയിൽ തന്നെ നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അത് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പച്ചത്തുരുത്ത് ഏത് മിനിസ്റ്ററുടെ കീഴിലാണ്, അല്ലെങ്കിൽ ഏത് മിഷനാണ്, ഏതിൻ്റെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നത്, ഏത് മിനിസ്റ്ററാണ് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്ത് കറണ്ട് അഫെയർസ് ഈ ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അല്ലേ? ഇതിനകത്താണ് ഏകദേശം 1000 ഗ്രീൻ ഐലറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. ഐലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ദ്വീപുകളാണ്. അപ്പോൾ ഐലറ്റ് എന്ന വാക്കിൻ്റെ അറിയാത്ത ആൾക്കാർക്ക് എന്താണ് ആ ഡിക്ഷണറിയിൽ ആ വാക്കുകൾ എഴുതി വെക്കാം. ഓക്കെ, സോ ഇറ്റ്സ് എ റിലവൻറ്റ് പോയിന്റ് അല്ലേ? ഇതൊരു റിലവൻറ്റ് ന്യൂസാണ്. നാഷണൽ ന്യൂസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു റിലവൻറ്റ് ന്യൂസാണ്. അപ്പോൾ റീജിയണൽ ന്യൂസ് മൊത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡിലീറ്റ് ചെയ്ത് കളയരുത്. സാധാരണഗതിയിൽ റീജിയണൽ ന്യൂസ് വലിയ എഫക്റ്റീവ് അല്ലെങ്കിലും പക്ഷേ ഇതൊരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റാണ് പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ റിലവൻറ്റ് ന്യൂസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത് സെക്കൻഡ് പേപ്പറിൽ നമ്മൾ ആവശ്യമുള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് പേപ്പറിൽ നിന്നുള്ള കാര്യം ഇത് മാത്രം നിങ്ങൾ നോക്കാം. ഇനി നമുക്ക് അടുത്ത പേപ്പറിൽ നോക്കാം. ഇത് ബാക്കിയെല്ലാം പരസ്യമാണ്. ഈ പേപ്പർ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കുമ്പോൾ എന്താണ് അതും ഒരു നെക്സ്റ്റ് പേജ് നോക്കാം. മൺസൂൺ റിലേറ്റഡ് ക്ലീനപ്പ് വർക്ക്സ് ബൈ കോർപ്പറേഷൻ റിവ്യൂഡ്. ആവശ്യമുണ്ടോ? ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കത്തില്ല, ഒരാവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്യാം. മാൻ സെന്റൻസ് ടു RA ഫോർ ലൈഫ് ഓഫ് കില്ലിംഗ് വൈഫ്, കൊലപാതകം, ബൈജു ആൻഡ് കോർപ്പ്, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും നിങ്ങൾ വായിക്കേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം റെഡ്യൂസ് ചെയ്യാം. നിങ്ങൾ ഈ എല്ലാ വാർത്തയും ഇരുന്ന് വായിക്കുന്നതുകൊണ്ട് വേണം നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പത്രം വായിക്കാനായിട്ട്.
ഓക്കെ, റിലവൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് മാത്രം നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ പേജിനകത്ത് നമുക്ക് ഒന്നും തന്നെ എഫക്റ്റീവ് ആയിട്ടില്ല, എക്സാമിന് ചോദിക്കാൻ പറ്റിയത് ഒന്നും തന്നെ ഇല്ല. അടുത്ത് നോക്കിയേ കേരള ന്യൂസിൻ്റെ വേർഷനാണ്. SCRT അനലൈസിംഗ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൺ വേരിയസ് ബോർഡ്സ്, കമ്മ്യൂണൽ മെസ്സേജ് ഓൺ എല്ലാ ലോക്സഭ പോൾസ്. ഒരാവശ്യമില്ല, ഇതിനൊന്നും ഒരാവശ്യമില്ല. പക്ഷേ ഇതിനകത്തൊരു ചെറിയൊരു ന്യൂസ് ഉണ്ട്. ഈ വാർത്ത കണ്ടോ, ഈ ഒരു വാർത്ത കണ്ടോ, എന്താ? നെഹ്റു ട്രോഫി ബോട്ട് റേസ്. അപ്പം നെഹ്റു ട്രോഫി ബോട്ട് റേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അറിഞ്ഞു വെക്കുക. നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്നാണ് ഉണ്ടായത്, അങ്ങനത്തെ കാര്യം. പക്ഷെ അത് ഒരു SSC സംബന്ധിച്ച് അത് റിലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ വേണമെങ്കിൽ ചോദിക്കാം, നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കാം. അത് സ്വാഭാവികമായി നമ്മളെല്ലാവരും എഴുതും കേരളയാണെന്നുള്ള കാര്യം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെപ്പറ്റി ഒന്ന് എഴുതി വെക്കാം. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ റിലവൻ്റ് ആയിട്ട് തോന്നുന്ന എന്തൊക്കെയുണ്ടോ അത് വായിക്കാം. ഈ എക്സാമിന് അല്ലെങ്കിൽ വേറൊരു എക്സാമിന് അത് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ കേരള PSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്ന് പറയുന്ന സംഭവം. സോ അതുകൊണ്ട് വായിക്കുമ്പോൾ നമ്മൾ എഫക്റ്റീവായിട്ട് ഇന്ന എക്സാം എന്നൊന്നുമില്ല, വായിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ന്യൂസുകളെല്ലാം എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് എന്ത് മതി? നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ആണേ അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് എ ഇല്ലേ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷനാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ കോമ്പാറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് അത് റെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഒരു എപ്പിഡമിക് ആയിട്ടാണ് എന്ത് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എ. അപ്പോൾ എപ്പിഡമിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റീജിയനിൽ മാത്രം പകർന്നു പോകുന്ന ഒരു രോഗമാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അഫക്റ്റ് ചെയ്യുന്നത്, നമുക്ക് കോവിഡ് പോലെയുള്ള രോഗങ്ങളാണ് പാൻഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിഡമിക് എന്താണ്, പാൻഡമിക് എന്താണ്, അത് ഇംഗ്ലീഷ് ചോദിക്കാവുന്ന ചോദ്യമാണ് അല്ലേ? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിലൊക്കെ വരും. എപ്പിഡമിക് എന്താ, പാൻഡമിക് എന്താന്ന് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് റിലവൻ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു വിഭാഗം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു വാർത്ത ഇമ്പോർട്ടൻ്റ് ആണ്, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വാക്ക്. ബാക്കിയായിട്ടുള്ള ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്താ? കീം എക്സാം, KK സൈജു അപ്പോയിന്റഡ്. ഇതിന് ബാക്കിയുള്ള ന്യൂസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതിനകത്ത് വേറെ കാര്യങ്ങൾ ഉണ്ട്. ഇതിനകത്ത് വേറൊരു ന്യൂസ് പറയുന്നുണ്ട്. എന്താ? ഹെവി റെയിൻ, മൺസൂൺ അല്ലേ ഇപ്പോൾ, ഹെവി റെയിൻ മൺസൂൺ അഡ്വാൻസസ് അല്ലേ? നമുക്കറിയാം, നമുക്ക് നല്ല രീതിയിൽ കഴിഞ്ഞ വർഷത്തെക്കാളും 2014 നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ മഴ ലഭിക്കാൻ ഇത്രയും ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ സെന്റിമീറ്ററുള്ള അല്ലെങ്കിൽ ഹൈ റെയിൻഫോൾ നമുക്ക് കിട്ടാനുള്ള കാരണം എന്താ? അങ്ങനെ ക്ലൈമറ്റോളജി അല്ലെ, ജോഗ്രഫിയിലെ ഒരു ചാപ്റ്ററാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ സെർച്ച് ചെയ്യുക, മൺസൂൺ എങ്ങനെ രൂപീകരിക്കുന്നത് സെർച്ച് ചെയ്യുക. ഇനി കുറച്ച് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ മൺസൂണിൻ്റെ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ എങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരും. അപ്പോൾ അന്നേരം അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെയാണ് മൺസൂൺ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക, എപ്പോഴാണ് മൺസൂൺ റിട്രീവ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ന്യൂസിൽ നിന്ന് കിട്ടും. ഇത് പക്ഷേ നിങ്ങൾ ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഈ മൺസൂൺ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കണം. ഇത് നിങ്ങളുടെ സിലബസിൽ ഉള്ളതാണ് മൺസൂൺ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കുമ്പോൾ പക്ക പൊളിറ്റിക്കൽ ന്യൂസാണ്. ആണെന്ന് മനസ്സിലാക്കാം. ഇതിനകത്ത് ഈ പേജിൽ ഒരു ന്യൂസ് പേപ്പറും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സുപ്രീം കോടതി, കർണാടക ഹൈക്കോടതി ഇഷ്യൂസ്, കിഡ്നാപ്പ് കേസ്, കേരള റിജക്ട്സ് ശിവകുമാർ അക്യൂസേഷൻ, ബ്ലാക്ക് മാജിക്, ഇതിൽ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമില്ല. ഇതെല്ലാം പൊളിറ്റിക്കൽ ന്യൂസാണ്. ഇതിനകത്തൊന്നും നമുക്ക് ആവശ്യമില്ല. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. അടുത്ത എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽ പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേജാണ്. പക്ഷേ ഒരു SSC അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒബ്ജക്റ്റീവ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും അല്ല. ഓക്കെ, ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് പെർസ്പെക്റ്റീവിൽ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഒരു സബ്ജക്റ്റീവ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് എഡിറ്റോറിയൽ. കാരണം ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് സബ്ജക്റ്റീവ് അല്ല ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഒക്കെ വരുവാണെങ്കിൽ, ഇപ്പം ഉദാഹരണമായ ഇൻ്റലിജൻസ് ബ്യൂറോ, അതിന് രണ്ടാമത്തെ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് essays ആണ് ചോദിക്കുക. അപ്പോൾ essaysൽ നിങ്ങൾക്ക് ഒരു കാര്യം കൺവേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഐഡിയാസ് വേണം, അതിനെപ്പറ്റിയുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് വേണം. ഈ എഡിറ്റോറിയൽ പേജിനകത്ത് ഓരോ ആൾക്കാരുടെയും പെർസ്പെക്റ്റീവിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സുകൾ ലഭിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ എഴുതുന്ന ആൾക്കാർ എഡിറ്റോറിയൽ പേജ് വായിച്ചിരിക്കണം. ഒരു ഒബ്ജക്റ്റീവ് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് വലിയ യൂസ് ഇല്ല. പക്ഷേ അവർക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ അനോണിംസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിനോണിംസ് ഒക്കെ ഒരുപാട് സംഭവം ഈ എഡിറ്റോറിയൽ പേജിൽ നിന്ന് കിട്ടും. സിനോണിംസും അനോണിംസ് ഒക്കെ ഒരുപാട് ഇഡിയംസ് ഒക്കെ എല്ലാം ഇതിൽ നിന്ന് കിട്ടും. കാര്യമായിട്ട് പറഞ്ഞാൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സിനോണിംസ്, അനോണിംസ് എല്ലാ കാര്യങ്ങളും ഈ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ഒരുപാട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, സമയം ഉണ്ടെങ്കിൽ എഡിറ്റോറിയലും കൂടി വായിക്കുക. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുന്ന ആൾക്കാർ തീർച്ചയായും വായിക്കേണ്ട ഒരു പേജാണ് എഡിറ്റോറിയൽ പേജ് എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തത് എന്താണ്? നാഷണൽ ന്യൂസിൻ്റെ പേജാണ്. എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഹീറ്റ് വേവ് കണ്ടീഷൻസ് ആണ് അല്ലേ? ഇവിടെ ഹീറ്റ് വേവ് കണ്ടീഷൻ. അപ്പോൾ ഒരു നാഷണൽ ന്യൂസ് തന്നെയാണ് ഹീറ്റ് വേവ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഹീറ്റ് വേവ് എന്ന് പറയുന്നത് ഒരു നാഷണൽ ന്യൂസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹീറ്റ് വേവിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും ചോദിക്കാൻ കറണ്ട് അഫയേഴ്സ് കയറി ഹീറ്റ് വേവിൻ്റെ ജോഗ്രഫി. ഇപ്പം നമ്മൾ ഈ സിലബസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ജോഗ്രഫിയിലെ എല്ലാ കാര്യങ്ങളും പഠിക്കും. ഓക്കെ, നമ്മൾ പണ്ട് മുതലേ ഒരു കൾച്ചർ എന്ന രീതിയിൽ നമ്മൾ പഴയ കാര്യങ്ങളും അതിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും ജോഗ്രഫി അത് തന്നെ ചോദിക്കണമെന്നില്ല. കറണ്ട് അഫയേഴ്സ് കയറി ജോഗ്രഫിയുടെ വെയിറ്റേജ് കയറി ചോദിക്കാം. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് 20 മാർക്കാന്ന് വെച്ചോ, ആ 20 മാർക്കിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ ജോഗ്രഫിക്ക് ഒരു 5 മാർക്ക് സബ്ജക്റ്റാന്ന് വെച്ചോ. പക്ഷേ ജോഗ്രഫിയിൽ കയറി ഈ കറണ്ട് അഫയർ കയറി ചോദിക്കാം ജോഗ്രഫിയുടെ രീതിയിൽ. അപ്പോൾ ഹീറ്റ് വേവ് എന്ന് പറയുന്ന സാധനത്തെ പറ്റി നിങ്ങളുടെ സിലബസിൽ ഉള്ള സാധനം തന്നെയാണ്. അവിടെ ഹീറ്റ് വേവ് എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി സെർച്ച് ചെയ്ത് നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു ന്യൂസ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ന്യൂസുകളൊന്നും നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. ബാക്കി ഒറ്റ ന്യൂസ് നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. ബാക്കിയെല്ലാം പൊളിറ്റിക്കൽ ന്യൂസാണ്. പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ എല്ലാം ഹെഡിങ്സ് മാത്രം വായിച്ചു വിടുക. അടുത്തത് നോക്കേ, അടുത്തത് എന്താണ്? പക്ക പൊളിറ്റിക്കൽ ന്യൂസാണ്. ഇതൊരു ആവശ്യമില്ല. പക്ക പൊളിറ്റിക്കൽ ന്യൂസാണ്, ഒരാവശ്യമില്ല. ഈ ഒരു പേജ് നമുക്ക് ആവശ്യമില്ല. ഈ പേജ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേസ് ടു കൺസ്ട്രക്ട് കനോപ്പി ബ്രിഡ്ജസ് അക്രോസ് ട്രാക്ക് അല്ലേ, ഈ ഒരു ന്യൂസ് റിലവൻ്റ് ആണ്. ഈ ഒരു ന്യൂസ് നമുക്ക് റിലവൻ്റ് ആണ്. റെയിൽവേ ടു കൺസ്ട്രക്ട് കാനോപ്പി ബ്രിഡ്ജസ് അക്രോസ് ട്രാക്ക് ഇൻ ആസാം ഗിബൻ ഹാബിറ്റാറ്റ്. അപ്പോൾ ആസാമിലുള്ള ഗിബൻ ഹാബിറ്റാറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുക, അവിടുത്തെ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസിൻ്റെ കാര്യങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്യുക. അപ്പോൾ അതും എന്താണ്, ഒരു റിലവൻ്റ് ടോപ്പിക്കാണ്. ബാക്കി ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ബാക്കി വേറെ ഒരു ന്യൂസും ഇല്ല. അപ്പോൾ എന്താണ് മൊത്തം ഇത്? ഇപ്പോൾ മൊത്തം എത്ര ന്യൂസായി നിങ്ങൾ എന്നെയോ? മൊത്തം ആകെ 5 ന്യൂസേ നമുക്കായിട്ടുള്ളൂ. 5 ന്യൂസ്. അതായത് ഈ ഒരു നമ്മളിപ്പോൾ 13 പേജ് വായിച്ചു. 13 പേജ് വായിച്ചാൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ആകെ 5 ന്യൂസേ ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഈ 5 ന്യൂസ് വായിക്കാൻ നിങ്ങൾക്ക് എത്ര നേരം വേണം? 1 മണിക്കൂർ താഴെ മതി. ഈ 1 മണിക്കൂർ താഴെ മതി 5 ന്യൂസ് വായിക്കാൻ. ഇങ്ങനെയാണ് നമ്മൾ ടൈം റെഡ്യൂസ് ചെയ്ത് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എല്ലാ പത്രവും സ്പോർട്സ് പേജ്, പിന്നെ ഒരു കാര്യം, സ്പോർട്സ് പേജ് ജസ്റ്റ് ഹെഡ്ലൈൻ മാത്രം വായിച്ചു വിടാം. അല്ലാതെ സ്പോർട്സ് നിങ്ങൾക്ക് റിലവൻ്റ് അല്ല. ജസ്റ്റ് ഹെഡ്ലൈൻസ് മാത്രം വായിച്ച് ഏതൊക്കെ ആള് ഏതൊക്കെ സ്പോർട്ട് എന്നുള്ള മാത്രം നോക്കി പോവുക. അല്ലാതെ ഏതൊക്കെ അവാർഡ് കിട്ടിയെന്ന് മാത്രം നോക്കി പോവുക. അല്ലാതെ അത് കുത്തിയിരുന്ന് മൊത്തം വായിക്കരുത്. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാടെ ഇപ്പം ഇത്രയും പേജ് വായിച്ചു, മൊത്തം 15 പേജുണ്ട്. ഈ 15 പേജ് വായിച്ചാൽ നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് 5 ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. ഈ 5 ന്യൂസ് വായിക്കാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ താഴെ സമയം മതി. 1 മണിക്കൂർ താഴെ സമയം മതി. അപ്പോൾ ഈ 1 മണിക്കൂർ നിങ്ങൾക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാമല്ലോ. 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും സെറ്റാണ്, സിനോണിംസും അനോണിംസും സെറ്റാണ്. അങ്ങനെ ഒരു റെഗുലർ ആയിട്ടൊരു ഹാബിറ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് വേറൊരു മെറ്റീരിയലിനെ ആശ്രയിക്കേണ്ടി വരില്ല. നിങ്ങൾ വലിയ പൈസ കൊടുത്ത് വലിയ മെറ്റീരിയലും വാങ്ങിച്ച് അല്ലെങ്കിൽ സിനോണിംസും അനോണിംസിന് വേണ്ടി വലിയ ബുക്കുകളൊക്കെ വാങ്ങിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലായാലും ഈ ബുക്കുകളൊക്കെ ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ സംഭവമൊക്കെ പ്രിൻ്റ് എടുത്ത് അടിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. പക്ഷേ ഇതുവരെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു നിർബന്ധവുമില്ല. സോ സിനോണിംസും അനോണിംസും നിങ്ങളുടേതായ എഫോർട്ട് നിങ്ങൾ ഇടുക. സോ കറണ്ട് അഫയേഴ്സിന് നിങ്ങളുടേതായ എഫോർട്ട് നിങ്ങൾ അത് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ ഈ എക്സാമിന് അല്ലെങ്കിൽ വേറൊരു എക്സാമിന്. സോ അതൊരു ഹാബിറ്റായിട്ട് കൊണ്ടുപോവുക. ഒരു ദിവസം 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. ഈ ഒരു ന്യൂസ് പേപ്പർ റീഡിങ്ങിന് മാറ്റി വയ്ക്കുക. അടുത്തൊരു പോക്കറ്റ് ഡയറിയും അതുപോലെ തന്നെ ഒരു പേപ്പർ ക്ലിപ്പും ഒരു പേപ്പറൊക്കെ വെച്ച് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, ഈ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. ഓക്കെ ആണെങ്കിൽ താങ്ക് യു.